ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 ജനറൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി അതിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നോക്കി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തായിരുന്നു സ്റ്റാൻഡേർഡ്സ് SA 240 ആയിരുന്നു നോക്കിയത്. സെക്കൻഡ് പാർട്ടിൽ SA 250 ആണ്. അപ്പോൾ ഇനി ടോട്ടലായിട്ട് എത്ര 5 സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു SA 240 ആൻഡ് 250 നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡാണ് SA 260. ഓക്കെ, SA 260 നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് വെച്ചാൽ SA 260ൻ്റെ പേരെന്താണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. അപ്പോൾ TCWG ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എന്ത് SA 260 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ഈ ഒരു സ്റ്റാൻഡേർഡ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ TCWGൻ്റെ ഡെഫിനിഷൻ. TCWGൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇതാണ് നമ്മൾ ഫസ്റ്റ് ഈ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടോപ്പിക്. ഓക്കെ, സോ refers to individual or group responsible for overseeing an entity's strategic directions, accountability and financial reporting process. അപ്പോൾ എന്താണ് ഒരു TCWG? ഒന്നുകിൽ ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എന്താണ് അവർ റെസ്പോൺസിബിൾ ആണ് എന്തിനൊക്കെ? ഒരു എൻറ്റിറ്റീൻ്റെ സ്ട്രാറ്റജിക് ഡയറക്ഷൻ, അക്കൗണ്ടബിലിറ്റി, അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സുകളൊക്കെ ഓവർസീ ചെയ്യാൻ വേണ്ടി അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? TCWG എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഇൻക്ലൂഡ് കോർപ്പറേറ്റ് ട്രസ്റ്റീസ്, ഡയറക്ടേഴ്സ് ആൻഡ് ഗവർണൻസ് ബോർഡ്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഗവർണൻസ് സ്ട്രക്ചർ. അപ്പോൾ ഒരു ഗവർണൻസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ടോപ്പ് ലെവലിലുള്ള സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർവൈസറി ആൻഡ് എക്സിക്യൂട്ടീവ് ബോർഡ്. അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനും. ഇപ്പോൾ നമ്മൾ ഒരു ഗവർണൻസ് സ്ട്രക്ചറും ഗവർണൻസ് സ്ട്രക്ചറിൽ രണ്ട് രീതിയിലുള്ള വ്യക്തികൾ. ഒന്നെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായ രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു വ്യക്തികളും, അതേമാതിരി തന്നെ ഒരു ബോർഡും, അതേമാതിരി തന്നെ എന്താണ് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലാം പ്രോപ്പറായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും എന്താണ് ഒരു ബോർഡ്. അങ്ങനെ രണ്ട് ഗവർണൻസ് സ്ട്രക്ചറുള്ള എൻറ്റിറ്റീസ് ഒന്നുകിൽ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടോ ആയിരിക്കും ഈ ബോർഡ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ സൂപ്പർവൈസറിയും അതേമാതിരി തന്നെ എക്സിക്യൂട്ടീവ് ബോർഡും സെയിം ആൾക്കാരായിരിക്കും, സെയിം വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടിനും എന്താണ് സെപ്പറേറ്റ് ആയിട്ടും ചില എൻറ്റിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്, സൂപ്പർവൈസറിയും എക്സിക്യൂട്ടീവ് ബോർഡും. ദെൻ ലീഗൽ സ്ട്രക്ചർ, ഗവർണൻസ് റൂൾ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ലീഗൽ ഫ്രെയിംവർക്ക്. എന്ന് വെച്ചാൽ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ബേസിലാണ്, എന്ന് വെച്ചാൽ റൂളിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ഗവർണൻസിനെ നമ്മൾ രൂപീകരിക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ രൂപീകരിക്കുന്നത് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സാമ്പിൾ കമ്പനീൻ്റെ ബോർഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഗവർണൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീഗൽ സ്ട്രക്ചർ എന്ന് പറയും. ദെൻ ഓണർ മാനേജേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റൊരു വ്യക്തി, നമ്മളൊരു സോൾ പ്രൊപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ മാത്രമാണ് എന്ത് മാനേജും എല്ലാം ചെയ്യാനുള്ളൂ, സൂപ്പർവൈസും എക്സിക്യൂട്ട് എല്ലാം ചെയ്യാൻ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിജ്വലുള്ള ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓണർ മാനേജേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ സോൾ പ്രൊപ്പറേറ്റർ, ട്രസ്റ്റീസ്. സോ റെസ്പോൺസിബിൾ ഫോർ ഗവർണൻസ് ഇൻ സ്മോൾ എൻറ്റിറ്റീസ്. ചെറിയ എൻറ്റിറ്റീസിനാണ് എന്ത് ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർ, എന്തായാലും ഒറ്റ ആളല്ലേ ഉള്ളൂ മാനേജ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ചെറിയ എൻറ്റിറ്റീസ് തന്നെയാണ് ഈ ഒരു ഓണർ മാനേജർ സ്ട്രക്ചർ ഉണ്ടാവുക. ദെൻ വേരിയേഷൻ അക്രോസ് എൻറ്റിറ്റീസ്. അപ്പോൾ ഈ ഒരു TCWG അല്ലെങ്കിൽ ഈ ഒരു ഗവർണൻസ് എന്താണ് ഓരോ എൻറ്റിറ്റീസിനനുസരിച്ചിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കും. കാരണം കൾച്ചർ, ലീഗൽ, സൈസ് ആൻഡ് ഓണർഷിപ്പ് ഫാക്ടേഴ്സ് ഓരോ എൻറ്റിറ്റിക്കും എന്താണ് ഇത് വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗവർണൻസും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഗവർണൻസ് സ്ട്രക്ചർ ഡിഫേഴ്സ് ഡ്യൂ ടു കൾച്ചർ, ലീഗൽ, സൈസ് ആൻഡ് ഓണർഷിപ്പ് ഫാക്ടർ. ദെൻ സിംഗിൾ ബോർഡ് എക്സാമ്പിൾ. സം എൻറ്റിറ്റീസ് ഹാവ് വൺ ബോർഡ് ഹാൻഡ്ലിംഗ് സൂപ്പർവൈസറി ആൻഡ് എക്സിക്യൂട്ടീവ് റോൾസ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ നേരത്തെ സൂപ്പർവൈസറി ആൻഡ് എക്സിക്യൂട്ടീവ് സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അതെന്തായിരിക്കും ചില കമ്പനീസിന് എന്തായിരിക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ചിലതിന് എന്തായിരിക്കും ബോർഡ് ഒരു കമ്പൈൻഡ് ആയിട്ടേക്ക് ഉണ്ടാവുക. എന്ന് വെച്ചാൽ സൂപ്പർവൈസ് ചെയ്യാനും അതേമാതിരി തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള ആൾക്കാർ എന്താണ് ഒരു സിംഗിൾ ബോർഡിലേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ ബോർഡ് രൂപീകരിച്ചിട്ട് അവർ തന്നെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യും, അവർ തന്നെ അതിൽ തന്നെ ചില ആൾക്കാർ എന്താണ് സൂപ്പർവൈസും ചെയ്യും. അങ്ങനെയായിരിക്കും ചില കമ്പനീസ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത് സിംഗിൾ ബോർഡ് എക്സാമ്പിൾ. അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. സം എൻറ്റിറ്റീസ് മേ ഹാവ് വൺ ബോർഡ് ഹാൻഡ്ലിംഗ് സൂപ്പർവൈസറി ആൻഡ് എക്സിക്യൂട്ടീവ് റോൾസ്. ചിലർക്ക് എന്തായിരിക്കും സെപ്പറേറ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ബോർഡ് തന്നെ അതിന് കീപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ സൂപ്പർവൈസറിയും എക്സിക്യൂട്ടീവും ആയിട്ട് സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് തന്നെ ഉണ്ടാവും.
ദെൻ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വ്യക്തിയുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് കമ്മ്യൂണിക്കേഷനുള്ള മെയിൻ ചാലഞ്ച്. ഒരു ഓഡിറ്റർ നമ്മളുടെ ഒരു ഫൈൻഡിങ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സെപ്പറേറ്റ് ബോർഡ്, ഇപ്പോൾ സൂപ്പർവൈസറി ബോർഡുണ്ട്, എക്സിക്യൂട്ടീവ് ബോർഡുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ബോർഡായിട്ട് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിൽ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അതാണ് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ചാലഞ്ച്. സോ ദ ഡൈവേഴ്സിറ്റി ഇൻ ഗവർണൻസ് സ്ട്രക്ചർ മേക്സ്, അപ്പോൾ ഓരോ ഗവർണൻസ് സ്ട്രക്ചറിലും വരുന്ന ഒരു വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എൻറ്റിറ്റീസിനനുസരിച്ചിട്ട് ഗവർണൻസ് സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറുന്ന അനുസരിച്ച് നമ്മൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനൊരു ഫേം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചറും ഗവർണൻസും ഒക്കെ വ്യത്യാസമാണ്. സോ അതിലും എനിക്ക് ഒരു കൺഫ്യൂഷൻ വരും, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ. സോ ദ ഡൈവേഴ്സിറ്റി ഇൻ ഗവർണൻസ് സ്ട്രക്ചർ മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ് പേഴ്സൺ ഫോർ ഓഡിറ്റ് കമ്മ്യൂണിക്കേഷൻ. ദെൻ അൺഡിഫൈൻഡ് സ്ട്രക്ചർ, അപ്പോൾ ചില ഫാമിലി ഓൺഡ് ബിസിനസ്സിനോ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനോ ഒരു ഫോർമലായിട്ടുള്ള ഗവർണൻസ് സ്ട്രക്ചർ ഉണ്ടാവില്ല. ഓക്കെ. ഓഡിറ്ററിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ആൻഡ് എഗ്രി ഓൺ കമ്മ്യൂണിക്കേഷൻ റെസിപ്പിയൻസ് വെൻ അൺക്ലിയർ. ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡിസ്കസും അഗ്രിയും ചെയ്യുക. അതാണ് ഓഡിറ്ററിൻ്റെ റോൾ വരുന്നത്. യൂസ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം SA 315, അത് നമ്മൾ പഠിക്കും. അബൌട്ട് ദ എൻറ്റിറ്റീസ് ഗവർണൻസ് സ്ട്രക്ചർ ആൻഡ് പ്രോസസ്സ്, അപ്പോൾ ഗവർണൻസ് സ്ട്രക്ചറിൻ്റെ അതേമാതിരി തന്നെ അതിൻ്റെ പ്രോസസ്സിനെയും കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ SA 315 നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ എക്സാമ്പിൾസ് ഓഫ് അപ്രോപ്രിയേറ്റ് പേഴ്സൺസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത്: ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സൂപ്പർവൈസറി ബോർഡ്, പാർട്ട്നേഴ്സ്, പ്രൊപ്രൈറ്റേഴ്സ്, മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഓർ ട്രസ്റ്റീസ് ഇൻ ലാർജ് എൻറ്റിറ്റീസ്. അപ്പോൾ ഇവർക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഒരു ലാർജ് എൻറ്റിറ്റി ആണെങ്കിൽ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സൂപ്പർവൈസറി ബോർഡോ ഇവരൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, പ്രൊപ്രൈറ്റേഴ്സ് ഒക്കെ ആയിട്ട്. ഇനി ഒരു സ്മോൾ എൻറ്റിറ്റി ആണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ ഉണ്ടെങ്കിൽ അയാളും, അല്ലെങ്കിൽ സോൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഒരു ഓഡിറ്റർ. ഓക്കെ. സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് വെച്ചാൽ ഒന്ന് ടു വേ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസും അതേമാതിരി തന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിറ്റ്സുമാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടു വേ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. എഫക്റ്റീവ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഓഡിറ്റർ ആൻഡ് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് ടു കൊളാബറേറ്റ് വൈൽ മെയിൻറ്റെയിനിങ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരുമിച്ച് ഓഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിനെ സക്സസ് ആക്കാനും എന്ത് സഹായിക്കും, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു TCWG ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ കണ്ടുപിടിച്ച ഒരു മാറ്റർ, അത് നമ്മളോടൊന്നും കൂടി വെരിഫൈ ചെയ്യേണ്ട അവർ പറയാണ്. അതേമാതിരി തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്ത കാര്യങ്ങളും അതേമാതിരി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് TCWG പറഞ്ഞിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടാണ്ട് ഒരു കൊളാബറേറ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ എന്ത് സഹായിക്കും, ഈ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മൂന്ന് ബെനിഫിറ്റ്സ് ആണ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ഓഡിറ്റ് മാറ്റേഴ്സ്, രണ്ടാമത്തത് ഒബ്റ്റെയിനിങ് റിലവൻറ്റ് ഇൻഫർമേഷൻ, ആൻഡ് മൂന്ന് ഓവർസീയിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത് ഫസ്റ്റ് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ഓഡിറ്റ് മാറ്റേഴ്സ് helps both parties to understand audit related issues in context and build a constructive work relationship. എന്താണ് രണ്ട് പാർട്ടീസിനും എന്ന് വെച്ചാൽ ഓഡിറ്ററിനും അതേമാതിരി തന്നെ TCWGക്ക് അണ്ടർസ്റ്റാൻഡ് ഓഡിറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇൻ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ബിൽഡ് എ കൺസ്ട്രക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കിംഗ് റിലേഷൻഷിപ്പും അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ obtaining relevant information. Governance personnel assist auditor by providing insights into entities' operations, environment, and specific transactions or events. For example, they might explain unusual financial transactions or suggest key sources of audit evidence.
അപ്പോൾ എന്താണ് ഈ ഗവർണൻസ് പേഴ്സൺ എന്ന് വെച്ചാൽ TCWG അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വാട്ടവർ നമ്മൾ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവർ ഓഡിറ്ററിനെ അസിസ്റ്റ് ചെയ്യും ബൈ പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് ഇൻ ദ എൻറ്റിറ്റീസ് ഓപ്പറേഷൻസ് എൻവിറോൺമെൻറ്റ് ആൻഡ് സ്പെസിഫിക് ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീനെ കുറിച്ചിട്ട് എന്താണ് അതിൻ്റെ ഓപ്പറേഷനും എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ അതിലുള്ള ചില സ്പെസിഫിക് ട്രാൻസാക്ഷൻസിനും ഇവൻറ്റ്സിനെയും കുറിച്ചിട്ട് എന്താണ് ഒരു ഇൻസൈറ്റ് തരാൻ ആർക്ക് സഹായിക്കും? ഗവർണൻസ് പേഴ്സണൽ സഹായിക്കും. അതെന്താണ് അത് ഓഡിറ്ററിന് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. എന്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു എൻറ്റിറ്റീനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനും ഈ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Then overseeing financial reporting enables governance personnel to oversee financial reporting effectively, reducing risk of material misstatement. ഇപ്പോൾ എന്താണ് നമ്മളാണ് ഇപ്പോൾ എന്ത് പറയുക, ഒരു ഓഡിറ്റർ ചെല്ലുന്നത് എന്തിനാണ്? ഒരു ഓഡിറ്റർ ഒരു എൻറ്റിറ്റിയിൽ ചെല്ലുന്നത് വെച്ചാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു ഗവർണൻസ് പേഴ്സണലിനും മനസ്സിലാക്കാൻ സഹായിക്കും. സോ എനേബിൾ ഗവർണൻസ് പേഴ്സണൽ ടു ഓവർസീ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എഫക്റ്റീവ്ലി. അവരുണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽസ് അത് എഫക്റ്റീവായിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. റെഡ്യൂസിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് റിസ്ക്കും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഓഡിറ്റർ അയാളുടെ ഓഡിറ്റർ വെച്ചാൽ റിപ്പോർട്ടിൻ്റെ രീതിയിലാണ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ TCWGക്ക് എന്താണ് ഫൈൻഡിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഓറലായ രീതിയിലും കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ് എന്താണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ ഹെൽപ്ഫുള്ളാവും. ഫോർ എക്സാമ്പിൾ ദേ മൈറ്റ് റിവ്യൂ ഓഡിറ്റ് ഫൈൻഡിങ്സ് ടു എൻഷ്യൂർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റ് ഫൈൻഡിങ്സിലൂടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവർണൻസിന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണിത് 2-way കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് വന്നു വെച്ചാൽ 260 ഒബ്ജക്റ്റീവാണ്. എന്താണ് ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ്? ഈ 260 ഫോളോ ചെയ്യുന്നതിലൂടെ എന്ത് കാര്യമാണ് ഓഡിറ്റർ ഫോക്കസ് ചെയ്യുന്നത്? അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓഡിറ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് SA 260. അതിലെ കീ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4 കീ ഒബ്ജക്റ്റീവ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് എന്താണ് TCWG അല്ലെങ്കിൽ ഗവർണൻസും ഓഡിറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ് ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തത് റിലവൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് 2-way കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അതിലെന്താണ് പറഞ്ഞത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി. പിന്നെ ടൈംലി ഒബ്സർവേഷൻസ് അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ എഫക്റ്റീവ് 2-way കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. Inform governance members about the auditor's responsibilities and provide an overview of the audit plan, scope and timing. അപ്പോൾ എന്താണ് ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതേമാതിരി തന്നെ ഓഡിറ്റിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ള സ്കോപ്പും ടൈമിങ്ങും എന്താണ് ഗവർണൻസ് മെമ്പേഴ്സിന് ഇൻഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മളൊരു ഫേമിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്താണ് അവിടുത്തെ വ്യക്തികൾക്ക് മനസ്സിലാവണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അവരുടെ ഓപ്പറേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വഴി അവർക്ക് അറിയണം. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നതെന്നുള്ള കാര്യം എന്താണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അതൊരു എഫക്റ്റീവായിരിക്കും. സോ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മൾ ഗവർണൻസ് മെമ്പേഴ്സിന് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും അതേമാതിരി തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള സ്കോപ്പും ടൈമിങ്ങും അവരെ ഇൻഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദ ഓഡിറ്റർ എക്സ്പ്ലെയിൻസ് ദ ഓഡിറ്റ് ഫോക്കസ് ഏരിയ. ഏതൊക്കെ ഏരിയസാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അവരെ അറിയിക്കുക. അങ്ങനത്തെ കാര്യം അതൊക്കെയാണ് എന്ത് ക്ലിയർ കമ്മ്യൂണിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റിലവൻറ്റ് ഇൻഫർമേഷൻ. ഒബ്റ്റെയിൻ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം ഗവർണൻസ് മെമ്പേഴ്സ് റിലേറ്റഡ് ടു ദ ഓഡിറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഗവർണൻസ് മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഡീറ്റെയിൽസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക ഓഡിറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ് നമ്മൾ ഈ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു SA 260 ഒരു ഒബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തിയിട്ട് TCWG കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാം റിലേറ്റഡ് ടു ഓഡിറ്റ്. ഫോർ എക്സാമ്പിൾ ദേ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ. അപ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് ആണ് TCWG അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളത് ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്.
ദെൻ ടൈംലി ഒബ്സർവേഷൻസ്. ഷെയർ സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഫൈൻഡിങ്സ് വിത്ത് ഗവർണൻസ് മെമ്പേഴ്സ് പ്രോംപ്റ്റ്ലി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓരോ ഫൈൻഡിങ്സും എന്താണ് ഗവർണൻസ് മെമ്പേഴ്സിനെ നമ്മൾ പ്രോംപ്റ്റായ രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും അതൊരു ഹെൽപ്ഫുള്ളാണ്. ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്താണ് കൂടുതൽ സ്മൂത്ത് ആവും. ഫോർ എക്സാമ്പിൾ, ഓഡിറ്റർ ഹൈലൈറ്റ്സ് കൺസേൺസ് അബൌട്ട് കൺട്രോൾ വീക്ക്നെസ് ഡ്യൂറിങ് ഇൻറ്ററിം റിപ്പോർട്ട്. അപ്പോൾ നമ്മളെന്താണ് ഒരു കൺട്രോൾ ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പറായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫൈൻഡിങ്സ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് അപ്പോൾ തന്നെ അത് TCWG നമ്മൾ ഇൻഫോം ചെയ്യണം. ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളിത് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. ദെൻ എഫക്റ്റീവ് ടു-വേ കമ്മ്യൂണിക്കേഷൻസ്. ഫോസ്റ്റർ ഓപ്പൺ ഡയലോഗ്സ് ടു എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് അഡ്രസ് ഓഡിറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ് എഫക്റ്റീവ്ലി. നമ്മൾ ഓഡിറ്റ് റിലേറ്റഡുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും വേണ്ടി അഡ്രസ്സ് ചെയ്യാനും വേണ്ടി നമ്മൾ ഓപ്പണായ രീതിയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർ ഇൻസ്റ്റൻസ്, ഗവർണൻസ് മെമ്പേഴ്സ് ക്ലാരിഫൈ ബിസിനസ് റിസ്ക് ആൻഡ് ദ ഓഡിറ്റർ എക്സ്പ്ലെയിൻസ് ഹൗ ദീസ് റിസ്ക് ആർ ബീങ് ടെസ്റ്റഡ്. അപ്പോൾ അവർ പറയുകയാണ് അവരിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്ന പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലീഗലായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സൊല്യൂഷൻസ് എന്താണ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്താണ് ഓഡിറ്ററും ഗവർണൻസ് തമ്മിൽ നടക്കണമെന്നാണ് 260 പ്രകാരം പറയുന്നത്. ദെൻ ഡിറ്റർമൈനിങ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു SA 260 ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതേമാതിരി നമ്മളുടെ ഓഡിറ്റിംഗ് റെസ്പോൺസിബിലിറ്റിയും ഗവർണൻസ് മെമ്പേഴ്സിനെ ക്ലിയർ ആയിട്ട് അറിയിക്കുക. ദെൻ റിലവൻറ്റ് ഇൻഫർമേഷൻ, അവരിൽ നിന്ന് നമ്മളെന്താണ് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ടൈംലി ഒബ്സർവേഷൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻസ് നമ്മളുടെ ഫൈൻഡിങ്സ് എന്താണ് ഗവർണൻസ് മെമ്പേഴ്സിനെ അറിയിക്കുക. പിന്നെ എന്താണ് ടു-വേ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പോൾ ഇതാണ് 260 ഒബ്ജക്റ്റീവ്. അടുത്തെന്ന് വെച്ചാൽ ഇനി ആരുമായിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. നമ്മൾ പറഞ്ഞു ഗവർണൻസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. The auditor must identify the right individuals within the governance structure to communicate with. അപ്പോൾ കറക്റ്റായ ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതും എന്താണ് ഓഡിറ്ററിൻ്റെ റോളാണ്. അതാണ് ഓഡിറ്ററിൻ്റെ മെയിൻ റോൾ അക്കോർഡിംഗ് ടു SA 260. അപ്പോൾ 260 പ്രകാരം ഓഡിറ്ററിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ചാൽ കറക്റ്റ് പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മാറ്റേഴ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഓഡിറ്റർ. അപ്പോൾ എന്തൊക്കെ മാറ്റേഴ്സാണ് ഒരു ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. 3 കാര്യങ്ങളാണ് ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ റിലേഷൻ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതാണ് ഓഡിറ്റർ ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാൻ ചെയ്തിട്ടുള്ള സ്കോപ്പും ടൈമിങ്ങും ഓഫ് ദ ഓഡിറ്റ്. ദെൻ അതിനുശേഷം സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി, പ്ലാൻഡ് സ്കോപ്പ് ആൻഡ് ടൈമിംഗ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ്. ഈ കാര്യങ്ങളാണ് ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആരുമായിട്ട്? ഗവർണൻസ് മെമ്പേഴ്സുമായിട്ട്. അതിൽ ഫസ്റ്റ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ്. ദ ഓഡിറ്റർ മസ്റ്റ് ഇൻഫോം ഗവർണൻസ് മെമ്പേഴ്സ് അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് forming and expressing an opinion. The auditor express an opinion on financial statement prepared by the management under governance oversight. അപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു ഒപ്പീനിയൻ ഫോമും അതേമാതിരി തന്നെ എക്സ്പ്രസും ചെയ്യുക. ഗവർണൻസ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിൽ എന്താണ് ഒരു ഓഡിറ്റർ അയാളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഓഡിറ്ററിൻ്റെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ദെൻ ഇതെന്താണ്? ഇത് ഗവർണൻസ് മെമ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അടുത്തതെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഗവർണൻസ് മെമ്പേഴ്സായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ദ ഓഡിറ്റ് ഡസ് നോട്ട് റിലീവ് മാനേജ്മെൻറ്റ് ഓർ ഗവർണൻസ് മെമ്പേഴ്സ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിൽ നിന്നും എന്താണ് ഗവർണൻസ് മെമ്പേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അവരുടെ റെസ്പോൺസിബിലിറ്റി നിന്നും അവർ വിട്ടുമാറുന്നില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും അവർക്ക് ഉണ്ട്. അതെന്താണ്? അതും ഓഡിറ്ററിൻ്റെ ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ
engagement letter and return agreement. The auditor's responsibilities are often stated in the engagement letter. അപ്പോൾ എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ എന്താണ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങളാണ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അതാണ് ഓഡിറ്റർ നോക്കുക എന്നുള്ള കാര്യം എന്താണ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഗവർണൻസ് മെമ്പേഴ്സ് മേ ബി റിക്വയർഡ് ടു അഗ്രി ടു ദ എൻഗേജ്മെൻറ്റ് ലെറ്റേഴ്സ് ഓർ ദ ലെറ്റർ ക്യാൻ സെർവ് ആസ് എ വേ ടു കമ്മ്യൂണിക്കേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ നമ്മൾ അവർക്ക് ക്ലയൻറ്റിന് അയക്കും. അതിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെറ്റർ വഴിയാണ് മാനേജ്മെൻറ്റ് നമ്മൾ റെസ്പോൺസിബിലിറ്റി കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത്. സോ എൻഗേജ്മെൻറ്റ് ലെറ്റർ ആൻഡ് റിട്ടേൺ അഗ്രിമെൻറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്, മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഒപ്പീനിയൻ കൊടുക്കുക, അത് എക്സ്പ്രസും ചെയ്യുക. പിന്നെന്താണ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസും അവരെ അറിയിക്കുക. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ചാൽ പ്ലാൻഡ് സ്കോപ്പ് ആൻഡ് ടൈമിംഗ് ഓഫ് ദ ഓഡിറ്റ്. ദ ഓഡിറ്റർ മസ്റ്റ് ഷെയർ ആൻ ഓവർവ്യൂ ഓഫ് ദ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഓഡിറ്റ് പ്ലാനിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ എന്താണ് ഓഡിറ്റർ കൊടുക്കണം. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോവുക, ഇതൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതിന് നിങ്ങളെ സഹായം വേണം എന്നുള്ളൊരു കാര്യം കൂടി ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പ്ലാൻ്റെ ഓവർവ്യൂ ഗവർണൻസ് മെമ്പേഴ്സിന് കൊടുക്കുന്നത്. സോ അസിസ്റ്റൻസ് ഓഫ് ഗവർണൻസ് മെമ്പർ ഹെൽപ്സ് ഗവർണൻസ് അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്, മെറ്റീരിയാലിറ്റി ആൻഡ് ഏരിയാസ് നീഡിങ് സ്പെഷ്യൽ അറ്റൻഷൻസ്. ഫോർ എക്സാമ്പിൾ ഡിസ്കസിങ് ഫ്രോഡ്, റിസ്ക് ഇൻ റവന്യൂ റെക്കഗ്നീഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു ഓഡിറ്റ് പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗവർണൻസ് മെമ്പേഴ്സിന് എന്താണ് ഒരു അസിസ്റ്റൻസ് കൊടുക്കും. റിസ്കിനെ കുറിച്ചിട്ടും മെറ്റീരിയാലിറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടും ഒരു അസിസ്റ്റൻസ് കൊടുക്കും. അടുത്ത വെച്ചാൽ അസിസ്റ്റൻസ് ടു ഓഡിറ്റർ. ഓഡിറ്ററിന് എന്താണ് ഇതൊരു അസിസ്റ്റൻസ് ആണ്. ഗവർണൻസ് മെമ്പേഴ്സ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ടു ഹെൽപ്പ് റിഫൈൻ ആൻഡ് ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു പ്ലാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പ്ലാൻ പറയുകയാണ്, ഞാൻ ഇന്ന ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഏരിയയെ കുറിച്ചിട്ട് എന്താണ് ഈ ഒരു ഗവർണൻസ് മെമ്പേഴ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് തരാനുണ്ടാവും. അതുമാതിരി തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില ഏരിയാസ് ഉണ്ടാവും, കുറച്ചും കൂടി ശ്രദ്ധ വേണ്ട ചില സ്പെഷ്യൽ അറ്റൻഷൻസ് വേണ്ട ചില ഏരിയാസ് ഉണ്ടാവും. അത് ഗവർണൻസ് മെമ്പേഴ്സ് ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, അവരതും കൂടി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ എന്താണ് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് ഗവർണൻസ് മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും കിട്ടും, നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്ലാൻ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്. സോ അസിസ്റ്റൻസ് ടു ഓഡിറ്ററും ആണ്, അസിസ്റ്റൻസ് ടു ഗവർണൻസ് മെമ്പേഴ്സും ആണ്. Then significant risks. Sharing major risk identified during the audit helps governance oversee the financial reporting process. അപ്പോൾ എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മേജർ റിസ്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഗവർണൻസ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിലുള്ള റിസ്ക് എന്താണ് ഓവർസീ ചെയ്യാൻ വേണ്ടി ഗവർണൻസ് മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ കെയർ ഇൻ കമ്മ്യൂണിക്കേഷൻ, അവോയ്ഡ് പ്രെഡിക്റ്റബിലിറ്റി. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രെഡിക്റ്റബിലിറ്റി അവോയ്ഡ് ചെയ്യണം. ഷെയറിങ് ഡീറ്റെയിൽസ് പ്രൊസീജിയേഴ്സ് വിത്ത് ദ ഗവർണൻസ് മെമ്പേഴ്സ് ഹു ആർ ഓൾസോ ഇൻവോൾവ് ഇൻ മാനേജ്മെൻറ്റ് മൈറ്റ് കോംപ്രമൈസ് ഓഡിറ്റ് എഫക്റ്റീവ്നെസ്. അപ്പോൾ നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിവരിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഗവർണൻസും എന്താണ് ഈ ഒരു TCWGയും ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെന്ത് ചെയ്യും, ഈ ഒരു ഓഡിറ്റിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് തന്നെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. ഇൻഡിപെൻഡൻസ് അല്ല, നമുക്കൊരു കൂടുതൽ നമ്മളൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഇന്നൊരു ഏരിയയിൽ റിസ്ക് ഉണ്ട്, അവിടെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു TCWG ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തു. ഈ TCWG തന്നെയാണ് ആ ഒരു ഫ്രോഡിന് കാരണമെങ്കിൽ എന്താണ് അവർക്കത് റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കത് കൺസീൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം, നമ്മൾ പ്രെഡിക്റ്റബിലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇൻഫോമിങ് ദം അബൌട്ട് ദ ടൈമിംഗ് ഓഫ് ഇൻവെൻട്രി ചെക്ക് കുഡ് മേക്ക് ദ പ്രോസസ് പ്രെഡിക്റ്റബിൾ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ എന്താ പറയുക ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഈ സമയത്താണ് ഞങ്ങൾ ഇൻവെൻട്രി ചെക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്തിനുള്ള അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻവെൻട്രിയിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഓഡിറ്റ് എന്താണ് അത് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായ രീതിയിലാണ് ഉള്ളതെന്നുള്ള കാര്യം നോക്കലാണ്. പക്ഷേ നമ്മളുടെ ഒബ്ജക്റ്റീവ് തന്നെ അവിടെ ഫെയിലിയർ ആയിപ്പോൾ. Then maintaining auditors' responsibilities. While communication assist governance members, the auditor retains sole responsibilities for the audit strategy and procedure. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ ഒരു ഗവർണൻസ് മെമ്പേഴ്സായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്താണ് അവർക്കൊരു
അതിനെക്കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സോൾ റെസ്പോൺസിബിലിറ്റിയും ഈ ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെയും അതേമാതിരി തന്നെ ഈ പ്രൊസീജിയേഴ്സിൻ്റെയും സോൾ റെസ്പോൺസിബിലിറ്റി ആരുതാണ്? ഓഡിറ്ററിൻ്റെതാണ്. അത് ആർക്ക് മാറുന്നില്ല? ഈ ഒരു ഗവർണൻസ് മെമ്പേഴ്സിന് മാറുന്നില്ല. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഓഡിറ്റ് ചെയ്യാൻ പോയി, ഞാൻ അവരോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് എന്താണ് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അവരോട് ഷെയർ ചെയ്തു, അവരുടെ ഇൻഫർമേഷൻ എനിക്ക് തന്നു. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഒരു തന്ന ഇൻഫർമേഷനും കൊടുത്ത ഇൻഫർമേഷൻസൊക്കെ റെസ്പോൺസിബിൾ ആരാണ്? ഞാനാണ്. എൻ്റെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് പ്രോപ്പറായ രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ അവരെ അസിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എൻ്റെ ഒബ്ജക്റ്റീവ്, ഒരു ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നതാണ്. സോ ഓഡിറ്റ് സ്ട്രാറ്റജിയും അതേമാതിരി തന്നെ പ്രൊസീജിയേഴ്സും കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ പോലും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, സോൾ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ് ഫ്രം ദ ഓഡിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തു, അതിന് ശേഷം നമ്മൾ ഓഡിറ്റിൻ്റെ സ്കോപ്പും ടൈമും നമ്മൾ ഷെയർ ചെയ്തു. ഇനി അടുത്ത വെച്ചാൽ ഓഡിറ്റിന് നമ്മൾ കണ്ടുപിടിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. മാറ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഓഡിറ്റേഴ്സ് വ്യൂ ഓൺ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അക്കൗണ്ടിങ് അവർ ഫോളോ ചെയ്യുന്നുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിൽ ഓഡിറ്ററിൻ്റെ വ്യൂ എന്താണ് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡിസ്കസ് സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് സച്ച് ആസ് അക്കൗണ്ടിങ് പോളിസീസ്, എസ്റ്റിമേറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യണം? അക്കൗണ്ടിങ് പോളിസി, എസ്റ്റിമേറ്റ്സ്, ഡിസ്ക്ലോഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സാമ്പിൾ, ദ ഓഡിറ്റർ എക്സ്പ്ലെയിൻസ് വൈ എ പോളിസി though acceptable under the framework may not suit the entity's circumstances. അപ്പോൾ ഒരു സർക്കംസ്റ്റാൻസസിൽ എന്താണ് ഒരു മെമ്പേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി, ഒരു അക്കൗണ്ടിങ് പോളിസി എന്താണ് അവർക്ക് അക്സെപ്റ്റബിൾ അല്ല, അവർക്ക് പ്രോപ്പർ അല്ല. അതെന്താണ്? അത് ഓഡിറ്റർ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തുകൊണ്ടാണ് അവർക്ക് സൂട്ടബിൾ അല്ലാത്തതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ലീഗൽ ഫ്രെയിംവർക്കിൽ എന്താണ് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും, പക്ഷേ സർക്കംസ്റ്റാൻസസിൽ അത് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലീഗൽ ഫോമിനെക്കാട്ടും കൂടുതൽ നമ്മൾ നോക്കേണ്ട സബ്സ്റ്റൻസ് ആണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അക്സെപ്റ്റബിൾ അല്ലാത്ത, എന്തുകൊണ്ടത് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ഓഡിറ്റർ വേണം ഡിസ്കസ് ചെയ്യാൻ ഇവരുമായിട്ട്. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടീസ് എൻകൗണ്ടേർഡ്. കമ്മ്യൂണിക്കേറ്റ് ഡിലേയ്സ്, അൺഅവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ ഓർ റെസ്ട്രിക്ഷൻസ് ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഓഡിറ്റർ എന്ന നിലയിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്യണം TCWG ആയിട്ട്. ഞങ്ങളിപ്പോൾ ഒരു ഡാറ്റ ചോദിച്ചു, ഒരു GSTൻ്റെ മന്ത്ലി ഡാറ്റ ഞങ്ങൾ ചോദിച്ചു, ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് സ്ഥിരമുള്ള ഒരു ഓഡിറ്റ് പ്രോസസ്സിൽ സ്ഥിരം നടക്കുന്ന സംഭവമാണ്. നമ്മളൊരു കാര്യം ആവശ്യപ്പെടും, അവരത് തരില്ല. അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉണ്ടാകും, അതിൽ ചിലപ്പോൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അവർ ആ ഒരു പണി കഴിഞ്ഞിട്ടേക്കും ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരിക. അപ്പോൾ എന്തായാലും അതിൽ ഡിലേ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിലേസും അതേമാതിരി തന്നെ ചില ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതേമാതിരി തന്നെ ഈ ചില മാനേജ്മെൻറ്റ് ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഈ റൂമിലേക്ക് കടക്കരുത്, ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ TCWG ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ഡിലേയ്സ് ഇൻ പ്രൊവൈഡിങ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അടുത്ത വെച്ചാൽ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് വിത്ത് ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്തില്ല ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അതും TCWG ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇൻക്ലൂഡ് ഇവൻറ്റ്, ട്രാൻസാക്ഷൻസ് ഓർ റിസ്ക് എഫക്റ്റിംഗ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ TCWG കൂടി നമ്മൾ പറയണം. സോ ഡിസ്കഷൻ അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് എ ന്യൂ ബിസിനസ് സ്ട്രാറ്റജി ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിസ്ക്. ദെൻ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. ദ ഓഡിറ്റർ റിക്വസ്റ്റ് ഫോർമൽ കൺഫർമേഷൻ ഓൺ സ്പെസിഫിക് മാറ്റേഴ്സ്. അപ്പോൾ ചില മാറ്റേഴ്സിനെ കുറിച്ചൊരു സ്പെസിഫിക് കൺഫർമേഷൻ ഓഡിറ്ററിന് വാങ്ങാം. ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണെങ്കിൽ ഓഡിറ്റർ ഒരു സ്പെസിഫിക് കൺഫർമേഷൻ ചില മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ഓഡിറ്ററിന് വാങ്ങാം. ദെൻ സർക്കംസ്റ്റാൻസസ് എഫക്റ്റിംഗ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ചില സർക്കംസ്റ്റാൻസസ് ഉണ്ടാവും. ഇൻഫോം ഗവർണൻസ് മെമ്പേഴ്സ് അബൌട്ട് മോഡിഫിക്കേഷൻ ഓർ അഡീഷണൽ കണ്ടൻറ്റ് ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷനോ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു മാറ്റർ പാരഗ്രാഫ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഗവർണൻസ് മെമ്പേഴ്സിനെ നമ്മൾ ഫസ്റ്റേ ഇൻഫോം ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ റിപ്പോർട്ടിൽ കൊടുത്തേ ഞങ്ങൾക്ക് മതിയാവുള്ളൂ, അക്കോർഡിംഗ് ടു അവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവർണൻസ് മെമ്പേഴ്സിന് അത് ഇൻഫോം ചെയ്തേ മതിയാവും.
സോ എന്താണ് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി എന്താണ് ഓഡിറ്റർ ഗവർണൻസ് മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് അല്ല, അത് ഇൻഫോം ചെയ്യണം. എക്സാമ്പിൾ, എക്സ്പ്ലെയിനിങ് വൈ എ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ ഈസ് ഇൻക്ലൂഡഡ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഗോയിങ് കൺസേണിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുകയാണ്, ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി കാണുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം ആ റിപ്പോർട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഗവർണൻസ് മെമ്പേഴ്സ് നമ്മൾ ഇൻഫോം ചെയ്യണം. ഞങ്ങളിത് കാണുന്നുണ്ട്, അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല, കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്തിരിക്കണം. സോ ഇതൊക്കെയാണ് എന്ത് നമ്മൾ ഒരു ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മാറ്റേഴ്സ്, ഗവർണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മാറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ്. ഒന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തത് സ്കോപ്പും ടൈമിങ്ങും, മൂന്നാമത്തെ വെച്ചാൽ ഓഡിറ്റിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ചില ഫൈൻഡിങ്സ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടീസ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടീസിൻ്റെ എക്സാമ്പിൾസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. ഡിലേസ് ഓർ അൺഅവൈലബിലിറ്റി ഓഫ് കീ പേഴ്സണൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാനേജ്മെൻറ്റ്സ് റിഫ്യൂസൽ ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഓർ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ്. Restrictions imposed on the auditor such as limitation access to records, then unexpected effort required to obtain evidence. ഇതൊക്കെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടീസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് വിത്ത് മാനേജ്മെൻറ്റ്. events or transaction during the year that impacted financial report. അപ്പോൾ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ഇയർ ദാറ്റ് ഇമ്പാക്റ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ചില ഇവൻറ്റും ട്രാൻസാക്ഷൻസും. ദെൻ ഡിസ്കഷൻസ് അബൌട്ട് ബിസിനസ് കണ്ടീഷൻസ് ഓർ സ്ട്രാറ്റജി ദാറ്റ് ഇൻഫ്ലുവൻസ് റിസ്ക് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചില കണ്ടീഷൻസോ അല്ലെങ്കിൽ ചില ബിസിനസ് സ്ട്രാറ്റജീസോ എന്താണ് ഒരു റിസ്ക് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ദെൻ കൺസേൺ അബൌട്ട് മാനേജ്മെൻറ്റ്സ് കൺസൾട്ടിങ് അതർ അക്കൗണ്ടൻസ് ഓൺ അക്കൗണ്ടിങ് ഓർ ഓഡിറ്റിംഗ് മാറ്റേഴ്സ്. അപ്പോൾ ചില ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാറ്റേഴ്സിലോ മാനേജ്മെൻറ്റ് വേറൊരാളെ എന്തായിട്ടുണ്ടാവും, ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ദെൻ ഡിസഗ്രിമെൻറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ്സ് റിസോൾവ്ഡ് ത്രൂ അഡീഷണൽ ഫാക്ടേഴ്സ്. എക്സാമ്പിൾ, ഡിസഗ്രിമെൻറ്റ് ഓൺ റവന്യൂ റെക്കഗ്നിഷൻ അൺടിൽ ഫർദർ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റുമായുള്ള ചില ഡിസഗ്രിമെൻറ്റ് എന്താണ്, അഡീഷണൽ ഫാക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം, അതാണ് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. The auditor must inform governance members about circumstances where the auditor's report may differ from its expected content. അപ്പോൾ നമ്മൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടന്റിൽ നിന്നും എന്തെങ്കിലും ഡിഫർ ആയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സർക്കംസ്റ്റാൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഗവർണൻസ് മെമ്പേഴ്സായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. മോഡിഫിക്കേഷൻ ടു ഒപ്പീനിയൻ. എക്സാമ്പിൾ, എ മോഡിഫൈഡ് ഒപ്പീനിയൻ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ്. അപ്പോൾ നമുക്കൊരു എവിഡൻസ് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മോഡിഫൈ ചെയ്യും, നമ്മൾ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കും. മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഓർ ഗോയിങ് കൺസേൺ. അപ്പോൾ ഗോയിങ് കൺസേണിനെ കുറിച്ചിട്ട് മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ നോർമൽ സിറ്റുവേഷനിൽ ഒരു ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യത്യാസം വരാനുള്ള ചാൻസസിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ, എൻറ്റിറ്റീസ് ഫേസിങ് ലിക്വിഡിറ്റി ഇഷ്യൂസ് റിക്വയറിങ് ഡിസ്ക്ലോഷേഴ്സ് SA 570. ദെൻ കീ ഓഡിറ്റ് മാറ്റേഴ്സ് റിപ്പോർട്ടിംഗ് ക്രിട്ടിക്കൽ മാറ്റേഴ്സ് SA 701. അപ്പോൾ ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നും മാറിയിട്ട് നമ്മൾ കൊടുക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗവർണൻസ് മെമ്പേഴ്സിനെ അത് ഇൻഫോം ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾ ഒന്നുകൂടി പറയാം കേട്ടോ, എക്സാമ്പിളിൻ്റെ പിന്നെയും പറയാണ്. പിന്നെ എംഫൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫാണ്. പിന്നെ നമ്മൾ വ്യത്യാസമായിട്ട് കൊടുക്കാനുള്ള ചാൻസ് അതെന്താണ്, ഹൈലൈറ്റിംഗ് സ്പെസിഫിക് ഇഷ്യൂസ് ഓർ അഡീഷണൽ റിക്വയർഡ് ഇൻഫർമേഷൻ. അതൊക്കെ നമ്മളെന്താണ്, ഈ ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് പഠിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മൾ ഇൻ്ററിൽ പഠിച്ച ടോപ്പിക്കാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈ കാര്യങ്ങൾ. ദെൻ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ അതർ ഇൻഫർമേഷൻ. സോ അഡ്രസ്സിങ് ഡിസ്ക്രിപ്പൻസീസ് ഇൻ റിപ്പോർട്ട്സ് അക്കമ്പനിയിങ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് SA 720. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എക്സ്ട്രാ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗവർണൻസ് മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം. ഇനി ഓഡിറ്റിൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട്. ദ ഓഡിറ്റർ മേ ഷെയർ എ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ടു ഡിസ്കസ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് വിത്ത് ഗവർണൻസ് മെമ്പേഴ്സ് ആൻഡ് എൻഷുർ ക്ലാരിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓഡിറ്റർ എന്ത് ചെയ്യും,
നമ്മൾ ഇങ്ങനത്തെ മാറ്റേഴ്സ് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗവർണൻസ് മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യും, ഒരു ക്ലാരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റിൻ്റെ കേസിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇൻഡിപെൻഡൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അത് റിയൽ ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ലിസ്റ്റഡ് എൻറ്റിറ്റീസിൻ്റെ കേസിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട്, ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ കീ റിക്വയർമെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കീ റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത്? ഫസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റഡ് എൻറ്റിറ്റീസിലെ എന്താ പറയുക, ഗവർണൻസ് ബോർഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗവർണൻസ് മെമ്പറുമായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ദ ഓഡിറ്റർ മസ്റ്റ് കൺഫേം കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ് ബൈ ദ എൻഗേജ്മെൻറ്റ് ടീം, ഫേം ആൻഡ് നെറ്റ്വർക്ക് ഫേം. അപ്പോൾ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമും നമ്മളുടെ ഓഡിറ്റ് ഫേമും അതേമാതിരി തന്നെ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഫേം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും എന്താണ്, എത്തിക്കൽ ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ കൺഫേം ചെയ്യണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യണം ആർക്ക്, ഗവർണൻസ് മെമ്പേഴ്സിന്. അതിനുശേഷം റിലേഷൻഷിപ്സ് ആൻഡ് ഫീസ്. ഇപ്പോൾ നമ്മളുടെ ഓഡിറ്റ് ഫേമും ക്ലയൻറ്റും തമ്മിൽ ഓഡിറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ടാക്സ് കൺസൾട്ടേഷൻ അങ്ങനെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഡിസ്ക്ലോസ് ഓൾ റിലേഷൻഷിപ്പ് ആൻഡ് മാറ്റേഴ്സ് ദാറ്റ് കുഡ് എഫക്റ്റ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ മാറ്റേഴ്സും, എന്ന് വെച്ചാൽ നമ്മളാണിപ്പോൾ ഒരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഓഡിറ്റ് അല്ലാത്ത വേറൊരു സർവീസ് നമ്മൾ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫേമും ക്ലയൻറ്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പും അതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗവർണൻസിന് നമ്മൾ കൊടുക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിലെന്തെങ്കിലും ഇൻഡിപെൻഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം. എക്സാമ്പിൾ, ടോട്ടൽ ഫീ ഫോർ ഓഡിറ്റ് ആൻഡ് നോൺ ഓഡിറ്റ് സർവീസ് കാറ്റഗറൈസ്ഡ് അപ്രോപ്രിയറ്റ്ലി ഫോർ ട്രാൻസ്പെറൻസി. അപ്പോൾ നമ്മൾ ഓഡിറ്റിന് വാങ്ങുന്ന ഫീയും അതേമാതിരി തന്നെ നോൺ ഓഡിറ്റ് സർവീസിന് വാങ്ങുന്ന ഫീയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട്. ദെൻ സേഫ് ഗാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ത്രെറ്റ്, ഒരു ഇൻഡിപെൻഡൻസ് എന്തെങ്കിലും ത്രെറ്റ് വരികയാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. സോ എക്സ്പ്ലെയിൻ മെഷേഴ്സ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക, എന്തിനു വേണ്ടിയിട്ട്, ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ത്രെറ്റ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ത്രെറ്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സാമ്പിൾ, ഇംപ്ലിമെൻറ്റിംഗ് എ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് നോൺ ഓഡിറ്റ് ടീംസ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ നോൺ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന അതേ ടീമിനെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കരുത്, നമ്മൾ ഓഡിറ്റ് വർക്കും കൂടി കൊടുക്കരുത്. നമ്മൾ വേറെ സെപ്പറേറ്റ് ടീമിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഓഡിറ്റ് വർക്ക് കൊടുക്കാൻ. സോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വരിക, ഒരു ഓഡിറ്റർ ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റീൻ്റെ ഗവർണൻസിന് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക? ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫോം ആൻഡ് ടൈമിംഗ്. നമ്മൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ മസ്റ്റ് ഇൻഫോം ഗവർണൻസ് മെമ്പേഴ്സ് അബൌട്ട് ദ ഫോർമാറ്റ്, ടൈമിംഗ് ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഫോർമാറ്റും ടൈമിങ്ങും കണ്ടൻറ്റും ഗവർണൻസ് മെമ്പേഴ്സിന് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. Significant findings from the auditor must documented if oral communication is inadequate. അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇന്നാഡിക്കേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്ററിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിട്ടേൺ റിപ്പോർട്ട് ഈസ് ഷെയർഡ് ഡീറ്റെയിലിംഗ് മേജർ ഇഷ്യൂസ് ലൈക്ക് ഡിസ്ക്രിപ്പൻസീസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിനുശേഷം അടുത്ത പ്രോസസ് എന്ന് വെച്ചാൽ, അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ടൈംലിനെസ് ആണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായ ടൈമിൽ വേണം കൊടുക്കാൻ. അതേ എന്താവുള്ളൂ, അതേ റിലവൻറ്റും അതേമാതിരി തന്നെ എഫക്റ്റീവും വരുള്ളൂ. നമ്മൾ കുറേ നാളിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ നേരത്തെയോ ഒരു സാധനം ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാര്യമില്ല, പ്രോപ്പർ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി. സോ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഒക്യൂർ പ്രോംപ്റ്റ്ലി ടു എൻഷ്യൂർ റിലവൻസ് ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ദെൻ ഇവാലുവേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആഡിക്വസി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ആഡിക്വസി ഒരു ഓഡിറ്റർ ഇവാലുവേറ്റ് ആണ്. The auditor must assess whether two-way communication with the governance members is sufficient for the audit. അപ്പോൾ ഓഡിറ്റിന് എന്താണ്, ഈ ഗവർണൻസ് മെമ്പേഴ്സുമായിട്ടുള്ള 2-way കമ്മ്യൂണിക്കേഷൻ സഫീഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. സോ അതെന്താണ്, അത് ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമാണ്.
ഇഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇന്നാഡിക്കേറ്റ്, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, ഒരു ഇന്നാഡിക്കേറ്റ് ആണ്, നമ്മൾ വെറുതെ നടത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഷുഡ് റീഅസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ എബിലിറ്റി ടു ഗ്യാദർ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് റിസ്ക് റീഅസസും അതേമാതിരി തന്നെ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയും ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ റീഅസസ് ചെയ്യണം. എക്സാമ്പിൾ, ലിമിറ്റഡ് ഫീഡ്ബാക്ക് ഫ്രം ഗവർണൻസ് കുഡ് സിഗ്നൽ എ നീഡ് ഫോർ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മളെന്താണ്, ഒരു ഗവർണൻസുമായിട്ട് നമ്മളൊരു ചെറിയൊരു ഫീഡ്ബാക്ക് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെ വേണം, കുറയ്ക്കണോ കൂടണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ്, നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നും. SA 260 പ്രകാരം എന്തൊക്കെയാണ് ഒരു ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്, നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കേണ്ടത് ഒരു ഓഡിറ്റർ? 2 കാര്യങ്ങളാണ് ഓഡിറ്റർ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഫസ്റ്റ് വെച്ചാൽ നമ്മൾ എന്താണ് ക്ലയൻറ്റുമായിട്ട് നടത്തിയുള്ള ഓറൽ കമ്മ്യൂണിക്കേഷനും പിന്നെ ക്ലയൻറ്റുമായിട്ട് നടത്തിയുള്ള റിട്ടേൺ കമ്മ്യൂണിക്കേഷനുമാണ്. ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് കീ ഓറൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ സ്പെസിഫൈയിങ് വെൻ ആൻഡ് ടു ഹൂം ദേ വർ കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ കീ ആയിട്ടുള്ള ഓറൽ കമ്മ്യൂണിക്കേഷൻസ് ഡോക്യുമെൻ്റ് ചെയ്യണം. അതേമാതിരി തന്നെ എപ്പോഴാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്നുള്ള കാര്യം, അതേമാതിരി തന്നെ ആരുമായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ദെൻ റീറ്റെയിൻ കോപ്പീസ് ഓഫ് ഓൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആസ് പാർട്ട് ഓഫ് ദ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസിൻ്റെയും കോപ്പീസ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം, അത് ഡോക്യുമെൻറ്റും ചെയ്ത് വെക്കണം, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കണം. എക്സാമ്പിൾ, സേവിങ് കറസ്പോണ്ടൻസ് വിത്ത് ദ ഔട്ട്ലൈൻഡ് ഇൻഡിപെൻഡൻസ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് ഫൈൻഡിങ്സ് ഫോർ റെഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് SA 260 കമ്മ്യൂണിക്കേഷൻ വിത്ത് TCWG. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ 3 സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, 240, 250 ആൻഡ് 260. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്റ്റാൻഡേർഡാണ് SA 299.